ഈ ഒരു ഭർത്താവ് ഒരു വർഷമായിട്ട് ജോലിക്ക് പോകുന്നേ ഇല്ല. അവന്റെ ഭാര്യ കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ടാണ് അവൻ ജീവിച്ചു പോകുന്നത്. ഒരു ദിവസം എല്ലാ പണികളും കഴിച്ചു വെച്ചുകൊണ്ട് ഭാര്യ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം ഈ ഭർത്താവ് അവളുടെ അടുത്ത് പോയതിനു ശേഷം 200 രൂപ അവളോട് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പൊ 200 രൂപ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ ഒരു 500 രൂപ തന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തലവേദന ഒക്കെ എടുക്കുന്നു, കുറച്ച് ആൽക്കഹോൾ വാങ്ങി കുടിക്കാനാണെന്ന് പറയാണ്. എന്നാൽ ഭാര്യക്ക് അത് കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. കാരണം ഒരു കൊല്ലായിട്ട് ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ. ജോലിക്കും പോവാതെ തിന്നു മുടിപ്പിക്കാൻ മാത്രമേ ഈ ഭർത്താവിനെ കൊണ്ട് പറ്റുന്നുള്ളൂ. അവളാന്ന് വെച്ചാൽ അവനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വർഷമായിട്ട് നിങ്ങൾ ജോലിക്ക് പോകാത്തത്? അതിന്റെ കാരണം മര്യാദ പറ. ഈ വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതൊക്കെ ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് കുടിക്കാനുള്ള പൈസയും ഞാൻ തന്നെ തരണല്ലേ? ആണില്ലേ നിങ്ങൾക്ക് എന്റെ ചെലവിൽ ജീവിക്കാൻ എന്നെല്ലാം ചോദിച്ച് അവള് ചീത്ത പറയാണ്. അത് ഇഷ്ടപ്പെടാത്ത ഭർത്താവ് എന്ന് വെച്ചാൽ അവളുടെ കരണ കുറ്റിക്ക് നോക്കിയിട്ട് ഒന്ന് കൊടുക്കാണ്. ദേഷ്യം വന്ന അവളും പേഴ്സിൽ നിന്ന് ആ പൈസ എടുത്തവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭർത്താവ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കുടിച്ച് ഒരു ലെക്കും ലവാനും ഇല്ലാണ്ട് റോട്ടിൽ കിടക്കാണ്. അത് അവന്റെ അനിയൻ കാണുന്നുണ്ട്. അനിയനാണെന്ന് വെച്ചാൽ ഓഫീസിൽ ജോലിക്ക് പോയിക്കുന്ന തന്റെ ഏടത്തിയമ്മേനെ വിളിച്ചിട്ട് ചേട്ടൻ ഇതാ റോട്ടിൽ കിടക്കുന്നു, ആകെ ബോധമില്ലാണ്ട് കിടക്കുന്ന, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതും കൂടി കേട്ടോടുകൂടി അവളുടെ മാനസിക നില ആകെ തകരാണ്. എന്തായാലും ശരി, എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. എന്നാൽ ഒരു അനിയെ അടുത്തമ്മ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 മാസം വെയിറ്റ് ചെയ്യേ, 2 മാസം കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യേ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോഴാണ് ഒരു വലിയ ടിസ്റ്റ് വന്നത്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പണത്തിനേക്കാളും നിങ്ങളുടെ അമ്മയ്ക്ക് വാല്യൂ കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മാം എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.